എക്സിറ്റ് പോളൊക്കെ എൻഡിഎക്ക് വലിയ മുൻതൂക്കമാണ് നൽകുന്നത്. കേരളത്തിലാണ് യുഡിഎഫ് തകർത്തടിക്കുന്നു പറയുന്നത്. ഇത് വിശ്വാസതയുണ്ടോ? ഇല്ല, ഇതിപ്പോ 48 മണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. മറ്റന്നാൾ നമുക്ക് വ്യക്തമായി അറിയല്ലേ. അതവിടെ മുന്നിൽ കിടക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിനെക്കുട്ടി തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? എക്സിറ്റ് പോൾ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. പലതും ചിലതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, പലതും തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ കാര്യം കൊടുത്തുകൊണ്ട് ഈ 48 മണിക്കൂർ അതിൽ ഡിബേറ്റ് ചെയ്തിട്ട് ആ സമയം നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശരി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, അങ്ങനെ തുറക്കുന്നതാണ് ഇപ്പോൾ എല്ലാ സർവേകളും പറയുന്നത്. 3 സീറ്റ് വരെ കിട്ടുന്നു. അല്ല, കിട്ടാവുന്നതാണ് എന്നേ പറയുന്നുള്ളൂ. കിട്ടും എന്ന് കിട്ടി എന്ന് പറയണമെങ്കിൽ എണ്ണിക്കഴിയണ്ടേ. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. UDF-ന് അങ്ങനെ അഭിപ്രായമില്ല. UDF-ഉം മുസ്ലിം ലീഗും ഒക്കെ മണ്ഡലം തലത്തിൽ അവരുടെ ബൂത്തിൽ നിന്ന് കിട്ടിയ കണക്കുകൾ വെച്ചാണ് വിശകലനം ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരു കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. പിന്നെ താങ്കൾ ഈ കുവൈത്തിൽ നിന്ന് വരികയാണ്, അവിടെ കുറച്ച് KMCC-ക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അല്ല, ഒരു കൂടുതൽ അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയാവുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ച് പോകും. എല്ലാവരും ഉണ്ടാവില്ലേ. ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ആരാണ് ഞങ്ങളെ നയിക്കാൻ കൂടുതൽ യോഗ്യൻ എന്നതിനെക്കുറിച്ച് പ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നല്ലാതെ ആരോഗ്യപരമായി അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടായിട്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി തന്നതാണ്. അതിന് പാർട്ടി അതിൻ്റേതായ തെറ്റ് ചെയ്തവരെ പാർട്ടി ശിക്ഷിക്കും. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തിയിരുന്നു, ലീഗിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അതിനാണ് സത്യത്തിൽ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. എൻ്റെ പേരും അതിൽ വരുന്നുണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു 5-6 മാസം മുമ്പ് കണ്ടത്. ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പോൾ MLA-മാർ, അദ്ദേഹം MLA ആണ്, നിയമസഭയിൽ അബ്ദുൽ ഹുസൈൻ തങ്ങളും അതുപോലുള്ള MLA-മാരും കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെയുണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയായി അംഗീകരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല.